കാലിത്തൊഴുത്തിൽ പിറന്നവനെ കരുണ നിറഞ്ഞവനെ എന്നാണ് യേശുദേവനെ പറ്റി വിശ്വാസികളെല്ലാം ഏറ്റുപാടുന്നത്. യേശുദേവന്റെ ഭൂമിയിലേക്കുള്ള അല്ലെങ്കിൽ പിറന്നു വീണ കാലിത്തൊഴുത്തിൽ പിറന്നു വീണ ആ ദിവസമാണ് വിശ്വാസികളെല്ലാം ക്രിസ്മസ് ആയി ആഘോഷിക്കുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ ഭരണശ്ശേരിയിലുള്ള ഹോളി ട്രിനിറ്റി കത്തീഡ്രലിലാണ്. ഇവിടെ നിരവധിയായിട്ടുള്ള തൊട്ടടുത്ത പ്രദേശങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ഇവിടത്തേക്ക് വരുന്നുണ്ട്. ക്രിസ്മസ് പാപ്പയുണ്ട്, പുൽക്കൂടുണ്ട്, വർണ്ണാഭമായി അലങ്കരിച്ചിട്ടുള്ള പള്ളിയുണ്ട്. ഒട്ടനവധിയായിട്ടുള്ള ആൾക്കാർ, യുവാക്കളും കുട്ടികളും കുഞ്ഞു കുട്ടികൾ ഉൾപ്പെടെ ഇവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് അവരോട് എവിടുന്നാ വരുന്നത്? അഞ്ചരക്കണ്ടി. ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട്. എന്നാലും ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചതിന്റെ ഒരു വൈബ് ഒന്നും കാണുന്നില്ലല്ലോ. തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, വന്നതേ ഉള്ളൂ. ഇപ്പൊ വന്നതേ ഉള്ളൂ, കുറച്ചുകൂടി കഴിഞ്ഞ വൈബാവും. ഒരുപാട് ആൾക്കാർ പ്രായമായവരുണ്ട്. ഏട്ടാ എവിടുന്നാ വരുന്നേ? എന്തായാലും ക്രിസ്മസ് അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചു. എല്ലാ വർഷവും വരാറുണ്ടോ? എല്ലാ വർഷവും വരാറുണ്ട്. ഇവിടെ തന്നെയാണ് വരാറ്? ഇവിടെ തന്നെ വരാറ്. ഈ പ്രദേശത്ത്, അതായത് കണ്ണൂർ നഗരത്തിന്റെ ചുറ്റുവട്ടത്ത് ഇവിടെയാണ് കുറച്ചുകൂടി മനോഹരമായി ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും വരാറുണ്ട്. എവിടെയാ സ്ഥലം? ഈ നാട്ടുകാരാണ്, അതിന്റെ ഒരു വൈബ് ഇവർക്ക് കാണാനുണ്ട്. എന്തൊക്കെയാ ഇന്ന് സത്യം പറഞ്ഞാല് ക്രിസ്മസിന് കേക്ക് വൈന് തുടങ്ങിയിട്ട് വിഭവങ്ങൾ ഉണ്ടാവും വീട്ടില്. പിന്നെ ഏതാ ഇത് വേറെ വൈബാ. കലകലാന്നൊരു സാധനമുണ്ട്, കണ്ടിട്ടുണ്ടോ? കൽക്കല്ല്. അത് ഒരു ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം. പിന്നെ പൊട്ടിയപ്പം, അങ്ങനെ 2 സാധനങ്ങളുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെയുള്ള ഭരണശ്ശേരി എല്ലാവർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഭരണശ്ശേരിയിൽ അടിപൊളി വൈബായിട്ട് പോവാണ്. ഇത് ഒരു ഭാഗത്ത് ഇങ്ങനെ ഇതിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ അലങ്കരിച്ചിട്ടുള്ള ഒരു ഇതുണ്ട്. പുൽക്കൂട് തൊട്ടപ്പുറത്ത് തന്നെ സജ്ജീകരിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, 1-2 ആൾക്കാരെന്നല്ല, ഒരു 100-100 ആൾക്കാർ ഇപ്പം തന്നെ ഇതിൻ്റെ ഈ പരിസരത്ത് നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തുണ്ട്. അവിടെ കലാപരിപാടി, ഒരു ഭാഗത്ത് കലാപരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കരോൾ ഗാനം ഉൾപ്പെടെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ആ മേഖലയിലും കുറേ ആൾക്കാർ തമ്പടിച്ച് നിൽക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് കാണാം, അതായത് ഒരു ക്രിസ്മസ് പാപ്പയും അല്ലെങ്കിൽ അതുപോലെയൊക്കെ സജ്ജീകരിച്ചിട്ടുള്ള ഒരു പ്രത്യേകമായിട്ട് സ്ഥലമുണ്ട്. ഇത് ഫോട്ടോ എടുക്കാണോ? കുഞ്ഞു മോൻ്റെ ഒപ്പം നമ്മളൊരു ഫോട്ടോ എടുക്കുകയാണ്. ഒരു യോയിട്ട്. അപ്പോൾ അതാ ഇങ്ങനെ കൊച്ചു കുട്ടികൾ, അതുപോലെ തന്നെ പ്രായമായവർ എല്ലാവരും കേട്ടോ അടിപൊളി വൈബായിട്ട് അങ്ങനെ ആഘോഷിക്കാൻ കിട്ടുന്ന ഒരു അവസരവും ആരും ഒഴിവാക്കി കളയുന്നില്ല എന്നുള്ളതാണ്. ഇങ്ങനെ എല്ലാ വർഷവും വരാം. കഴിഞ്ഞ വർഷം വന്നേ. ഈ പരിസരത്തൊക്കെ വെച്ചിട്ട് ഇവിടെയാണ് കുറച്ചുകൂടി ആഘോഷം. അതെ അതെ അതെ. സാധാരണ രീതിയിൽ എങ്ങനെയാ ക്രിസ്മസ് ഒക്കെ ആഘോഷിക്കാറില്ല? എങ്ങനെയായിരിക്കും അതിന്റെ ഒരു പാറ്റേൺ? എങ്ങനെയാണ്? ഇതുപോലെ തന്നെ എപ്പോഴും ഇവിടെ വന്നു. അതെ. ഇതൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഫുഡ് ഉണ്ടാക്കും. എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോ ക്രിസ്മസിന് മാത്രം ഉണ്ടാക്കുന്നത്? അങ്ങനെയൊന്നുമില്ല. എന്തായാലും വൈബായി തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്. 1-2 ആൾക്കാരെന്നല്ല, ഒരുപാട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും ക്രിസ്മസ് അടിപൊളിയായാണ് കണ്ണൂരിൽ ഇങ്ങനെ കൊണ്ടാടിക്കൊണ്ടേയിരിക്കുന്നത്. ഭരണശ്ശേരിയിലുള്ള ഹോളി ട്രിനിറ്റി കത്തീഡ്രലിലാണ് നമ്മളുള്ളത്. ക്രിസ്മസ് കണ്ണൂരിൽ അടിപൊളിയാണ്, തകർത്ത് എല്ലാവരും അതങ്ങ് മതിമറന്ന് ആനന്ദിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. കണ്ണൂരിൽ നിന്നും വീഡിയോ ജേർണലിസ്റ്റ് ലിമേഷ് ചെറുവേശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട്, ഇൻ റിപ്പോർട്ടർ കണ്ണൂർ. ഹാപ്പി ക്രിസ്മസ്.